അപ്പം അന്നങ്ങനെ അതുകൊണ്ടാണ് ജോലിക്ക് പോയത്. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ മറ്റൊരു തലം അതുണ്ടാവുമല്ലോ. അമ്മ പറ്റാലും 2 വർഷം എന്ന് പറഞ്ഞാൽ അമ്മയെ തലയിലും 2 വർഷം എന്നുള്ളത് അതൊക്കെ അന്ന് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പിന്നെ അത് മനസ്സിലായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണല്ലോ, എത്ര അഭിപ്രായങ്ങൾ വരുമെന്നറിയാം ഓരോ കാര്യങ്ങളും. അപ്പോൾ അതിനകത്തൊക്കെ വളരെ പ്രസക്തമായ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അവരുടെ നമ്മുടെ ആ ചിന്തയാണ് എത്ര ചിന്തകളൊക്കെ കീറുന്നത്. മറ്റതില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വീട്ടിലെ 2 പേരുടെ ചിന്ത അടിച്ച് അമർത്തപ്പെട്ട ഒരു കാലം. പക്ഷേ വയലാറൊക്കെ അവിടെ നിന്നും ഉയർത്തെഴുതി കയറും അമ്മാവൻ്റെ കാലഘട്ടത്തിൽ നിന്ന്, അച്ഛൻ്റെയൊക്കെ. അപ്പോൾ ആ സമയത്ത് അന്തരീക്ഷം ഉണ്ടായ വയലാറ് മറ്റേ സമര സേനാനികളുടെ ക്യാമ്പിൻ്റെ സ്ഥലമായി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു താതാത്മ്യം, വീട്ടിലനുഭവിക്കുന്ന ദുഃഖം നാട്ടുകാരനുഭവിക്കുന്ന ദുഃഖം രണ്ടും ഒന്നാണ് എന്ന് കോർത്തിണക്കാൻ തോന്നിയപ്പം അത് അതിലേക്ക് അങ്ങോട്ട് സമരസപ്പെടുക എന്ന് പറയില്ല. എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. എനിക്ക് പ്രേമിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല. പേടിയാണ് കാര്യം. ഞാൻ പ്രേമം എന്ന് പറഞ്ഞാൽ തെറ്റാണല്ലോ അന്ന് തെറ്റല്ലേ. അപ്പോൾ അന്ന് എന്തെങ്കിലും സംഭവിച്ച അനിയത്തിമാരെ 3 പേരുടെ ജീവിതം പ്രശ്നമാകും, വയലാറിൻ്റെ ചിത്രപ്പേരാകും. അപ്പോൾ നല്ല സമയത്തൊക്കെ എനിക്ക് സൈക്കിൾ മാത്രമേ അറിയാവുള്ളൂ, അതും ലേഡി ബേർഡ് പഴയ. എനിക്ക് വലിയ സൈക്കിൾ കാര്യം അതിന് പോലും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു കൗമാരകാലമായിരുന്നു എൻ്റെ. ഈ വീണ് പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുന്നില്ലേ, അങ്ങനെ ചിരിക്കാൻ പഠിച്ചിട്ടില്ല. കൂടുതലും കരയാനേ അന്ന് ശീലമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളും എനിക്കില്ല. എൻ്റേതായ അനുഭവങ്ങളായിരുന്നു. അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് എനിക്കില്ലായിരുന്നു. പക്ഷേ പിന്നീടും വന്നത് ഇത് മുഴുവൻ ഇപ്പം നമ്മൾ എഴുതുന്ന, ഞാനിപ്പോഴും പറയുന്നത് അച്ഛൻ്റെ ഒരു സാന്നിധ്യം തന്നെ, അല്ലാണ്ട് എൻ്റെ ഒരു മിടുക്കൊന്നുമായിട്ട് ഞാനിപ്പോഴും കാണുന്നില്ല. അച്ഛൻ്റെ ഒരു കവിത തന്നെയുണ്ട്, ഒരു അപ്പം പറയുമായിരുന്നു വിടരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കവിതയിൽ സൂര്യകാന്തിയുടെ ആത്മകഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അവസാനത്തെ വരി അതാണ്: അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ. അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ. മുറിഞ്ഞ ഗാനം മുഴുമിക്കുക നീ, പറഞ്ഞു പോയൻ മൗനം. അപ്പം അങ്ങനൊരു കൊതി ഉണ്ടായിരുന്ന ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ കൊതി പറഞ്ഞ വാക്കിനേക്കാൾ ഹേർഡെന്നാണ്, കേട്ട പാട്ടുകളേക്കാൾ നല്ല കേൾക്കാതെ എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞു തരുന്ന വാക്കിനേക്കാൾ ശക്തമായിരുന്നു ആ മൗനം. ചിലപ്പോൾ ആ മൗനത്തിൻ്റെ ശക്തിയായിരിക്കും വൈകിയാണെങ്കിലും ഇതിലത്തേക്ക് നമുക്ക് വരാൻ പറ്റിയത്. ഈ വിപ്ലവഗാനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് തന്നെ വൃത്തിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും നമ്മൾ പാട്ടെഴുത്തുകാരനെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ ഭക്തിഗാനത്തിനകത്ത് നല്ലൊരു തികഞ്ഞ ഭക്തനാണ്. ഒരു സാധാരണ നമ്മൾ നിർവചിക്കുന്ന ഒരു ഭക്തനേക്കാളൊക്കെ വളരെ മുള്ള നെഞ്ചിലെ വെളിച്ചത്തിന് കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിലിട്ടു. കൊളുത്തേണ്ടത് നെഞ്ചിലാണ്, അവിടെയല്ല. അത് ഇരുട്ടായിട്ട് എന്താ കാര്യം? ഗുരുസ്വാമി പറഞ്ഞിട്ടില്ലേ, ചുറ്റും വെട്ടമുണ്ടായിട്ട് എന്താ കാര്യം, മനസ്സിലിട്ടാണെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ കൊളുത്തേണ്ടത് അവിടെയാണ് എന്നുള്ളത്. അത് എന്തും, ഭക്തി മാത്രമല്ല, എന്തും ഏത് ചിന്തയും ആദ്യമേ വേരുണ്ട് നമ്മളില്ല. അനുരാഗം കണ്ണിൽ മുളയ്ക്കും ഹൃദയത്തിൽ വേരൊന്ന് നിൽക്കുന്ന ഭാസ്കരമായിട്ട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞാൽ തങ്കക്കിനാവിൽ തളർക്കും കല്യാണപ്പാന്ന്, അത് ലാസ്റ്റ് സ്റ്റേജാണ്. പക്ഷെ ആദ്യമേ വേരിട്ട് നനയ്ക്കണം. അതുപോലെയാണ് അച്ഛൻ്റെ ഒരു കാലഘട്ടം. അച്ഛനത് ഈ പറഞ്ഞ 2 തരവും എഴുതാൻ, 2 എന്നല്ല ഏത് തരവും എഴുതും. കാര്യം എനിക്ക് ചുറ്റുമുള്ള സമൂഹം അങ്ങനെയാണ്, എല്ലാ തരക്കാരും ഉണ്ട്. അവരുടെ എല്ലാ മനോഭാവവും ഞാൻ മനസ്സിലാക്കണം. ഇപ്പോൾ സിനിമാ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വയലാർ ഭക്തനാണോ അല്ലയോ എന്നൊരു വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. വയലാർ എന്തിനോടും ഭക്തനാണ്. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള ഭക്തി മാത്രമല്ല, എന്തിനോടും ഉണ്ടല്ലോ ഒരു ഭക്തി. അത് എന്തിനോട്, വിപ്ലവത്തിനോടുണ്ട്. ഇപ്പോൾ ഈശ്വരൻ്റെ ചിന്തയിലാണെങ്കിൽ കാര്യം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ ജനിച്ചു വളർന്നതൊക്കെ. അതിനോട് അത് പറയുമ്പോഴും വേറൊരു തലത്തിലേ പറയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇപ്പം ഓടക്കുഴൽ ഞാൻ മേടിക്കും എന്നൊക്കെ പറയുന്നത്. ഗുരുവായൂരമ്പലങ്ങൾ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തത്വമസിയുടെ ഒരു ബേസിക് സംഭവം. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. എന്നെക്കൊണ്ട് നല്ല ജയിക്കുന്നതും എന്നെക്കൊണ്ട് അരുതാത്ത ജയിക്കുന്ന നീ തന്നെ എന്ന് പറയുന്ന പോലെ അത് ആ ലെവലിൽ എന്തിനോടുള്ളൊരു എന്താ പറയുക, തല്ലുകയാണെങ്കിൽ അച്ഛനെയാണെങ്കിലും മര്യാദയ്ക്ക് തല്ലണം എന്ന് പറയുന്ന പോലെ തല്ലുന്നത് ഭക്തനാണെങ്കിൽ നല്ലൊരു ഭക്തനായിരിക്കും, നിരീശ്വരവാദിയാണെങ്കിൽ നല്ല നിരീശ്വരവാദിയായിരിക്കും. എല്ലാം എന്താ ശരിയാണത്. ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു നമ്മളെപ്പോഴും സംസാരിക്കുന്നൊരു വരികളാണ്. ദാസാർ തന്നെ എപ്പോഴും പറയുന്ന വരികളാണ്. അത് ദാസാറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതൊരു കവിക്കപ്പുറത്തേക്ക്, ഒരു കവിതയ്ക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു പാട്ടിനപ്പുറത്തേക്ക് ഒരു ആശയത്തെ ഒരാൾ
അങ്ങനെ കൊണ്ട് നടക്കണമെങ്കിൽ അത് ഉള്ളിൽ പോയി വീണിട്ടുണ്ടാവണം. അതെ, സാറിന്റെ പിന്നെ, ഉള്ളിൽ അതെ, അതെ. അത് അങ്ങനെ കൊടുക്കാൻ കഴിയാന്ന് പറയുന്ന ഒരു പാട്ടുകാരന്റെ പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട് ഇല്ല, അത് മാത്രമല്ല, ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ കവിതയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടോ അത് സിനിമാ ലോകത്തിന് കിട്ടിയെന്ന് NV കൃഷ്ണവാര്യർ അച്ഛൻ്റെ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു കവി എന്ന് പറയുന്നത് കാലാതീതമായിട്ട് നിൽക്കുന്നയാളാണ്. ഒരു സിനിമാ ഗാനരചയിതാവ് അങ്ങനെ ആൾ നിർബന്ധമില്ല, കാര്യം സിറ്റുവേഷന് വേണ്ടി എഴുതുന്നയാളാണ്. പക്ഷേ അതിനകത്ത് ജീവിതത്തിനെ മുഹൂർത്തം എങ്ങനെ പെടുത്താം എന്ന് വയലാർ പല സിനിമയിലും പല പാട്ടുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ വിട്ടും ആ പാട്ടിന് എക്സിസ്റ്റൻസ്. വയലാർ മാത്രമല്ല, ആ ഒരു കാലത്തുണ്ട് ഒത്തിരി ഉണ്ട്. ഇപ്പം ഹൃദയം ദേവാലയം ബിജു തിരുമലയുടെ ഏത് കാലത്ത് നമുക്ക് പറയാം, ആ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുമില്ല. തെരുവ് ഗീതം, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ, മേൽശാന്തി ഇല്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ. അല്ല, നമ്മൾ ഓരോരുത്തരെ പറ്റി പറഞ്ഞത് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നിൻപദ ചുംബന മുദ്രകളടിയും. ഇന്ന് 13 അദ്ദേഹം മരിച്ചാണ്, ഫെബ്രുവരി 13 ദിവസമാണ്. നിൻപദ ചുംബന മുദ്രകളടിയും മൺതരിയായെങ്കിൽ എന്നൊക്കെ പറയുന്നൊരു സങ്കല്പം എന്തോ നോക്ക്, എന്ത് വിനീതനായല്ലേ സൗന്ദര്യത്തിന് മുമ്പിൽ കാമുകൻ. അപ്പം പക്ഷേ വയലാർ വേറെ 2 തലത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ സുകുമാരകലകൾ സ്വർണം പൊതിയും ഭഗവതി വിഗ്രഹമേ, നിൻ്റെ പുറങ്കാൽ മൂടും മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പൂ. ലഹരിയുടെ പൂക്കളാണ്. അതിനകത്ത് പറയാനുണ്ട്, കന്ദർപ്പൻ കൊണ്ടുവന്ന് നടക്കി വെച്ചു, കാമദേവൻ കൊണ്ട് നടക്കി വെച്ചു വന്ന്, അതോ യുദ്ധതന്ത്രത്താൽ നീ അത് പിടിച്ചെടുത്തു. കാമദേവനാണല്ലോ സൗന്ദര്യത്തിൻ്റെ എല്ലാത്തിൻ്റെ ആൾ. അയാൾ കൊണ്ട് നിൻ്റെ മുമ്പിൽ, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുമ്പ് അയാൾ കൊണ്ട് നടക്കി വെച്ചു, അതോ നീ അയാളോട്ട് യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിച്ചിട്ട് പിടിച്ച് മിഴികൾക്കുള്ളിലെ പൊയ്കയിൽ നീന്തമീ കൊടിയടയാളങ്ങൾ. മത്സ്യമാണ് കാമദേവൻ്റെ, അതെനിക്ക് വേണം. അതാ പറഞ്ഞു, അവിടെയാണ് ഒരു കാമുകൻ്റെ ധിക്കാരെന്ന് പറയാൻ പറ്റില്ല, അതൊരു കോൺഫിഡൻസാണ്. കാമദേവനെ തോൽപ്പിച്ച് നീ നേടിയെടുത്ത നിൻ്റെ കണ്ണിലെ മീനാണല്ലോ അദ്ദേഹത്തിന് കൊടിയടയാളം. കണ്ണിൽ മീൻ ഓടുന്നവളാണ്, അതെനിക്ക് വേണം എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് മറിച്ചുകൊണ്ട് ആലസ്യമൊക്കെ ഉണ്ട്. സൂര്യകാന്തകൽപ്പടവിൽ ആര്യപുത്രൻ്റെ നിൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കൂ സ്വയം പ്രഭേ സന്ധി. കിടക്കുകയാണ് ശൃംഗാരകാവ്യ കടാക്ഷങ്ങൾ കൊണ്ട് നീ. അവൻ്റെ നോട്ടം ശ്രീമംഗലയായി, പൂക്കളുടെ മണമേറ്റ് പുരുഷൻ്റെ ചൂടേറ്റ് പൂണാരമണിയാറായി കാറ്റ്. അപ്പം അങ്ങനെ കിടക്കുക. അപ്പോഴാണ് ലൈറ്റ്, കാറ്റേ കടലേ കയ്യെത്തുമെങ്കിൽ ആ കൽവിളക്കും തിരിത്താഴ്ത്തു എനിക്ക് കഴിയണം എന്ന് പറയുന്ന ഒരു ആലസ്യമുണ്ട്. മറ്റതുകൊണ്ട് കാര്യം അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഞാൻ. ആ സമൂഹത്തിലെ മനുഷ്യകുലത്തിലെ ഒരു പ്രതിനിധിയാണ് ഞാൻ. അതാണ് എനിക്ക് മരണമില്ല വെച്ചാൽ വയലാറിന് മരണമില്ല അല്ല, മനുഷ്യന് മരണമില്ല. അതതിൻ്റെ കാര്യം. മനുഷ്യത്വം അവിടെയാണ് ഈ മനുഷ്യൻ മതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഇത് വരുന്നത്. അവനെവിടെ ചീത്തയായി തുടങ്ങുന്നു, ഇപ്പോഴും നടക്കുകയല്ലേ. ദൈവം തെരുവിൽ മരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ പ്രത്യക്ഷമായിട്ട്. ഇനി അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമോ, ചെകുത്താൻ ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതിൻ്റെ ബാക്കി എഴുതിയിട്ടുണ്ട്, അത് ആയില്ല. ഞാനത് മനോരമയിലൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ അതിന് പൂരിപ്പിച്ചൊക്കെ 2 ആദ്യം എഴുതി. അപ്പം പടമൊന്നും ഇറങ്ങിയില്ല, അത് തുടക്കത്തിലേ അതങ്ങ് പോയി. മനുഷ്യൻ ജയിച്ചു മതങ്ങൾ തോറ്റു, മഹാപ്രപഞ്ചം കണ്ട് ചിരിച്ചു. മനുഷ്യൻ ജയിച്ചു മതങ്ങൾ തോറ്റു, അങ്ങനെ ഒരു പിന്നെ നമ്മൾ പറയില്ലേ ഒരു പ്രോഫസി. ഇതും അങ്ങനെയാണല്ലോ. 72 എഴുതുമ്പം 71 എഴുതുമ്പം ഇപ്പോഴും നടക്കുന്നു, ഇത്രയും കൊല്ലം കഴിഞ്ഞു. ഇതും അത് തന്നെ. എഴുതി കഴിഞ്ഞപ്പോൾ ഒരു സംശയം, ഇവിടെ അതവിടെ വെച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്ത് വേറെ എഴുതി, മനുഷ്യൻ തോറ്റു മതങ്ങൾ ജയിച്ചു, മഹാപ്രപഞ്ചം കണ്ടു കരഞ്ഞു. അപ്പോൾ മനുഷ്യത്വത്തോടുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് വളരെ 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 കൂടുതൽ. അതുകൊണ്ടാണ് എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരെ അവർക്ക് വേണ്ടി. ഇപ്പം മറ്റേ പാട്ടുണ്ടല്ലോ, മനസ്സിൻ്റെ ചെപ്പിൽ നിന്നും അഴുതയിൽ നിന്നും ഞങ്ങൾ കനകവും പവിഴവും പെറുക്കി. നമ്മൾ കല്ലിടം കൊന്നിക്കൊണ്ട് എറിയുമല്ലോ, മഹിഷിയെ കൊന്ന സ്ഥലമാണ്. ചുമ്മാ അവിടെ ഒരു യുദ്ധം നടന്നു, മഹിഷി അയ്യപ്പൻ തോൽപ്പിച്ചു, അയ്യപ്പനെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു പുറകെ. അതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാവരും ചിലരും എന്തിനാണ് കല്ലെറിയുന്നത് ഇത്ര. പക്ഷെ മനസ്സിൻ്റെ ചെപ്പിൽ നിന്ന് ആദ്യത്തെ കല്ലെടുക്കണം. കല്ലല്ല, അത് പവിഴവും കനവും. നമ്മളിലെ മഹിഷി എന്നുള്ള എന്തെങ്കിലും എലമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ കളയാണ്. കനക അതാണ് ഭക്തി വ്രതം എടുത്ത് പോകുമ്പം അവിടെ ഉള്ളത് കനകവും പവിഴവും, വെറും കരിങ്കലല്ല എന്ന് പറയുന്ന ഭക്തിയുടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു തലമുണ്ടല്ലോ. അത് ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടായി. തിരിച്ചറിവാണ്, ചുറ്റുമുള്ളവനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഒരു ഭക്തിഗാനം എഴുതുമ്പോൾ ഒരു നല്ലൊരു ഭക്തനെ ഓർത്താൽ നല്ലൊരു ഭക്തനെ
അതേപോലെ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാനൊക്കെ ഒരു പരിധി വരെയൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളൂ. പലതരത്തിലുള്ള ഡീകൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാമായണത്തിനെയും ഉള്ളിൽ പോയിട്ട് ഫിലോസഫിക്കലായിട്ട് പുതിയ കാലഘട്ടത്തിൻ്റെ വായന, ഇപ്പോൾ രാവണപുത്രിയും താടക എന്ന രാജകുമാരിയും ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മളും ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലേ, ആ പെണ്ണിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലേ എന്ന് പഠിക്കാൻ. അത് അച്ഛനതൊക്കെ എനിക്ക് പറഞ്ഞതുകൊണ്ട് യക്ഷി എന്നുള്ള സങ്കല്പം, യക്ഷി ഒരിക്കലും ഒരു ക്രൂരയോ, യക്ഷി സുന്ദരിയാണ് ശരിക്കും. ഗന്ധർവൻ്റെ കാമുകി എന്ന് പറയും, അല്ലെങ്കിൽ ഗന്ധർവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആ സൗന്ദര്യമാണ് കുടുംബത്തിൻ്റെ ചോര കുടിപ്പിക്കുന്നത്. പണ്ട് കാലത്ത് കറണ്ടും ഇല്ല, വിളക്ക് മാത്രമേ ഉള്ളൂ. സന്ധ്യ കഴിഞ്ഞ് പല വഴിക്കും പോകുന്ന വിടന്മാരുടെ ഉള്ളവരും നല്ലവരുണ്ട് കേട്ടോ. അവർ പോകുന്ന വഴിക്ക് ഒരുങ്ങി നിൽക്കുന്ന മിടുക്കികളുണ്ട്. വെള്ളസാരി, കരിയിട്ടല്ലേ, വെള്ളസാരി ഉടുത്താലേ കാണുള്ളൂ. നല്ല പൊട്ടോക്ക് തൊട്ട് നിൽക്കും, വിളിക്കും. ഇപ്പോൾ വൃശ്ചിക പെണ്ണ്, വേളിപ്പെണ്ണ്, വെറ്റിലപ്പാ കൊണ്ടോ, വെറ്റില ചെല്ലാണെന്നത്തെ ലഹരി, വേറൊന്നുമില്ല. ഇല്ല ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ വെറുതെ കിട്ടിയതല്ലേ, പരശുരാമൻ നേടി കൊടുത്തതാണല്ലോ, ഒന്നും അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ. എഴുതി കൊടുക്കും. 20 ഏക്കർ 40 ഏക്കർ ഇങ്ങനെ 10 തവണ പോയി വരുമ്പോഴത്തേക്ക് കുടുംബത്തിൻ്റെ ചോര കുടിക്കുന്നവളാണ് യക്ഷി. പക്ഷെ അവൾ സുന്ദരിയായിരിക്കും. അവൾക്കേ പറ്റുള്ളൂ ഒരാളെ പാട്ടിലാക്കാൻ. നമ്മൾ പറഞ്ഞ മറ്റേ മുടി കൊഴിഞ്ഞോളും, അവൾക്കൊന്നും ഒരാളെ പാട്ടിലാക്കാൻ പറ്റുന്നതല്ല. സുന്ദരിയാണ് യക്ഷി. അപ്പോൾ താടക സുന്ദരിയായിരുന്നു, അതിമനോഹരിയായിരുന്നാണ്. രാമന് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം. അല്പമെങ്കിലും ഒരു പൗരുഷമുള്ളൊരുത്തിനാണെങ്കിൽ ഒരു സൗന്ദര്യത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രണയത്തിൽ അഭിനന്ദനം. പിന്നെ അല്ല സ്വാഭാവികമല്ലേ, എനിക്ക് തോന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരോട് എന്ത് തോന്നാൻ പാടില്ല എന്ന നിയമം, വ്യാകരണമില്ലാത്ത സ്നേഹമാണല്ലോ പ്രണയം. അതെ അല്ലേ, ഒരു വ്യാകരണമില്ല. 1+1 എന്നൊരു കണക്കുമില്ല, വ്യാകരണമില്ലാത്ത. അത് ആർക്ക് എന്ത് വേണമെങ്കിലും ഏത് ഭാഷയിലും നമുക്ക് എഴുതിച്ചാൽ